യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ആയിരിക്കുന്നത്. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവവചനം കേൾക്കാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ, സർവശക്തനായ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കട്ടെ, സൗഖ്യം നൽകട്ടെ, സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും എല്ലാം നൽകി ഓരോ വ്യക്തികളെയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, ഇങ്ങനെ ഓർക്കുവാണ്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, ഒരാൾ സൗഖ്യമാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്ന് ഞാൻ പറയാം. ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അതുപോലെ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഒരാൾ സൗഖ്യമാകുന്നത് കേൾക്കുമ്പോൾ അതേപോലൊരു സൗഖ്യം എനിക്കും അനുഭവിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരാൾ പറയുവാന്നിരിക്കട്ടെ, എനിക്ക് ദൈവാനുഗ്രഹത്തിൽ നല്ലൊരു ഉയർച്ചയും ഭദ്രതയും ഒക്കെ വന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ ഓർത്ത് അസ്വസ്ഥരാവുകയോ പെറുപിറുക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വിശ്വസിക്കണം, കർത്താവേ, അതുപോലെ ഒരു അനുഗ്രഹവും ഉയർച്ചയും എനിക്കും തരണമേ, അതുപോലൊരു നന്മ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരുപാട് പേർക്ക് സൗഖ്യം ആവശ്യമുള്ളവരാ. അവർക്ക് സൗഖ്യത്തെ കൊടുത്ത് അവരെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. ഒരുപാട് പേർ ഒരു സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്ത് അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. നല്ല ഭവനമില്ല, നല്ല ജോലിയില്ല, നല്ലൊരു ഭാവിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ, നല്ല ഭവനം കൊടുത്ത്, നല്ല ജോലി കൊടുത്ത്, നല്ലൊരു ഭാവി കൊടുത്ത് ദൈവമേ അവരെ എല്ലാവരെയും അങ്ങയിലേക്ക് അങ്ങ് അടുപ്പിക്കണമേ. നന്മ കൊടുത്ത് അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. ഈ വചനമുണ്ടല്ലോ, അത് കുറെ കൂടി ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവം നൽകുന്ന നന്മകൾ അനുഭവിക്കാൻ ഇടവരും. നമ്മൾ വിശ്വസിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുമോ, നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ 10 തലമുറയ്ക്കുള്ള അനുഗ്രഹത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരാൾ പറയുവാന്നിരിക്കട്ടെ, എന്ത് വചനം, ഇതൊക്കെയാണോ പ്രാർത്ഥന? ഇതൊന്നും ഞാൻ കേൾക്കാറില്ല. എല്ലാത്തിനും വിമർശിക്കാനും സംശയിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ വിമർശിക്കുകയും സംശയിക്കുകയും കുറ്റം പറയുകയും വിധിക്കുകയും ചെയ്യുമ്പം വരും തലമുറകൾക്കുള്ള അനുഗ്രഹത്തെയാണ് ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നത്. എൻ്റെ തലമുറകളിലേക്കുള്ളൊരു അനുഗ്രഹത്തിനും കൂടിയാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ തുടക്കമിടുന്നത്. നമുക്ക് കിട്ടിയ ഒരു അവസരവും ഒരു സമയവും കളയാതിരിക്കുക. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതൊരു കുടുംബമാണ്, ഒരു പ്രാർത്ഥനയാണ്, ദൈവാനുഗ്രഹമാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രഭാഷകൻ 27:3. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും. 2 വാക്കാണ്. ദൈവഭക്തിയിൽ ദൃഢത, തീക്ഷ്ണത, രണ്ടും ശക്തമായ 2 വാക്കുകളാണ്. ദൃഢത എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ദൈവഭക്തിയിൽ ഉറപ്പ്. തീക്ഷ്ണത,
നല്ലൊരു ആവേശം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ വീട്, ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ല എങ്കിലത് പ്രശ്നമാണ്. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ പണമില്ലേൽ, ജോലിയില്ലേൽ, വീടില്ലെങ്കിൽ. അങ്ങനൊന്നുമല്ല. ഫസ്റ്റ് പ്രയോറിറ്റി, പ്രാധാന്യം ഗൗരവത്തോടെ പറഞ്ഞിരിക്കുവാണ്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും വേണം. അല്ലെങ്കിൽ അതെനിക്ക് മാത്രമല്ല പ്രശ്നം, അത് ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ വീടിന് പോലും അത് പ്രോബ്ലമാണ്. അതാ എഴുതിയിട്ടുള്ളത്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം, വീട് വേഗത്തിൽ നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ അതിൻ്റെ മറുവശം എന്താ? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവൻ്റെ വീട് അതിവേഗം രക്ഷപ്പെടും, അതിവേഗം കയറി വരും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താ? നിങ്ങൾക്ക് ദൈവഭക്തിയിൽ നല്ല ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടെന്ന അർത്ഥം. നിങ്ങൾ വചനം കേൾക്കുന്നു. ഒരുപാട് പേർ ഈ ഒരു ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ അവരവർ ചെയ്യുന്ന ദൈവ ശുശ്രൂഷയാക്കി മാറ്റിയിട്ടുണ്ട്. എത്ര പേർക്കാ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ വചനം ഷെയർ ചെയ്യുന്നത്, കൊടുക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് സുവിശേഷ വേലയാണ്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു മനസ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊരുപാട് പേര് കേൾക്കണം, ഒരുപാട് പേര് അറിയണം എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കേട്ടു അല്ല കേട്ടില്ല, ആ രീതി തള്ളിക്കളയും. നിങ്ങൾ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവരാണോ? അതിവേഗം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഉയർച്ചയും രക്ഷയും ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവഭക്തിയിൽ നിന്ന് അകലെയാണോ? അവരോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അവരെ വഴക്കുണ്ടാക്കണ്ട, നീ കാരണമാ ഇതെല്ലാം തകർന്നതെന്നും പറയണ്ട. എങ്കിലും അവരെ കൂടി അവരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇന്നയാളെ, ഇന്ന കുടുംബത്തെ, ഇന്ന വ്യക്തികളെ, ആ കുഞ്ഞുങ്ങളെ, അയൽവാസിയെ, ആ സുഹൃത്തിനെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. ഒരനുഭവം കൊടുത്ത്, ഒരു സൗഖ്യം കൊടുത്ത്, ഒരു നന്മ കൊടുത്ത് അവരെ ദൈവത്തിലേക്കൊന്ന് അടുപ്പിക്കണമേ. തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ ഇടയാകണമേ. തിരിച്ചറിവോടെ തിരിച്ചു വരണം. നമ്മുടെ ഉപദേശം കൊണ്ടോ നമ്മുടെ വർത്തമാനം കൊണ്ടോ ഒന്നും ആരും തിരിച്ചറിയണമെന്നോ തിരിച്ചു വരണമെന്നോ ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ സഹായം അവർക്ക് കിട്ടുമ്പോൾ തിരിച്ചറിവുണ്ടാവും, തിരിച്ചു വരാൻ കാരണമാവും. ഒരിക്കൽ കൂടി ആ വചനം കേട്ടെ. ദൈവഭക്തിയിൽ, ദൈവവചനത്തിൻ്റെ ഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലെങ്കിലാണ് ഈ വിഷയം. അപ്പോൾ ഉണ്ടെങ്കിലോ, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവൻ്റെ വീട് അതിവേഗം രക്ഷപ്പെടും. പ്രാർത്ഥനയാണ് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയാണ്, ദൈവവചനമാണ്. ഈ വചനത്തിനകത്ത് എനിക്കുള്ള നന്മയുണ്ട്, എനിക്കുള്ള അനുഗ്രഹമുണ്ട്, എൻ്റെ വിടുതലുണ്ട്, എൻ്റെ സന്തോഷമുണ്ട്, എൻ്റെ സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച വചനം കേൾക്കുമ്പോൾ രണ്ട് കൂട്ടരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവർ രണ്ട് കൂട്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ ഒരു ദിവസമെങ്കിലും ഞങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഒന്ന്, വിധവകളായിട്ടുള്ളവരെ. വിധവകൾ, സത്യമാ, ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, മറന്നുപോയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. വിധവകളായിട്ടുള്ള ആരെങ്കിലും എന്നെ വചനത്തിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട്.
ലോറി, ബസ്, ടാക്സി, രാത്രിയിൽ വാഹനം ഓടിക്കുന്ന, നൈറ്റിൽ. എൻ്റെ അടുത്തൊരാൾ, ഒരു ഡ്രൈവർ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ്, വലിയ വാഹനം ഓടിക്കുന്ന ആളാണ്, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഉറങ്ങുമ്പം ഉറങ്ങാതെ കുടുംബത്തിന് വേണ്ടി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ആഹാരത്തിന് വേണ്ടി, പിള്ളേരെ പഠിപ്പിക്കണം, വീടിൻ്റെ പണി, 100 സ്വപ്നങ്ങളോടെ രാത്രിയിൽ വാഹനം ഓടിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധവകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കായിപ്പോയോ, സങ്കടമാണ്, വിഷമമാണ്, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും വിലയുള്ള പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന, അയച്ചു കൊടുത്ത, ഇത് സ്വീകരിക്കുന്ന, ഇപ്പോൾ ആരൊക്കെ കേൾക്കുന്നോ അവരെല്ലാം ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഒരനുഗ്രഹത്തെ കൊടുത്ത് ദൈവത്തിലേക്ക് അവരെ അടുപ്പിക്കണമേ. ഒരു സൗഖ്യം കൊടുത്ത്, ഒരു വിടുതൽ കൊടുത്ത്, ഒരനുഭവം കൊടുത്ത് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമേ. ഞാൻ ഈ വചനം വിശ്വസിക്കാതിരുന്നാൽ, ഞാൻ ഈ വചനത്തെ തള്ളിക്കളഞ്ഞാൽ, ഒരു തലമുറയ്ക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ കൂടിയാണ് ഞാൻ കളഞ്ഞു കുളിക്കുന്നത്. എന്നാൽ ഈ വചനം സ്വീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ഇതെഴുതുമ്പോൾ, ഈ വചനത്തെ അങ്ങ് ഏറ്റെടുക്കുമ്പോൾ 10 തലമുറയ്ക്കുള്ള അനുഗ്രഹത്തെയാണ് സ്വീകരിക്കാൻ തുടങ്ങുന്നതും. അനുഗ്രഹമാകട്ടെ. നല്ലൊരു ദിവസം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഈ വചനം പ്രയോജനപ്പെടും, അനുഗ്രഹമാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു സുവിശേഷ വേലയായി കാണുക. ഈ വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള ദിവസമാണ്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ചകളിൽ വരാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക, ബുക്ക് ചെയ്യുക. നാളെ ചൊവ്വാഴ്ച ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായിട്ട് സൂക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.